കണ്ണൂർ സർവകലാശാലയുടെ കാസർഗോഡ് ക്യാമ്പസിന് പറയാനുള്ളത് ഇല്ലായ്മകൾ മാത്രം. 10 വർഷം മുൻപ് ഇവിടെ ആരംഭിച്ച ക്യാമ്പസിൽ അടിസ്ഥാന സൌകര്യം ഒന്നുമില്ല. പ്രശ്നപരിഹാരത്തിന് യൂണിവേഴ്സിറ്റി അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഒരു പതിറ്റാണ്ട് മുമ്പ് കാസർഗോഡ് ചാലയിൽ പ്രവർത്തനമാരംഭിച്ച കണ്ണൂർ സർവകലാശാലയുടെ കാസർഗോഡ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഇല്ലായ്മകളുടെയും പരിമിതികളുടെയും നടുവിൽ വീർപ്പുമുട്ടുകയാണ്. ഇവിടെ ആദ്യം ആരംഭിച്ചത് സ്വാശ്രയ ബിഎഡ് സെന്ററാണ്. തുടർന്ന് MCA, MBA കോഴ്സുകളും തുടങ്ങി. പാരലൽ കോളേജ് പോലെയാണ് ഇപ്പോൾ ഈ ക്യാമ്പസിന്റെ പ്രവർത്തനം. സർവകലാശാലയ്ക്ക് പണമുണ്ടാക്കാനുള്ള കറവ പശുവിനെ പോലെയാണ് കാസർഗോഡ് ക്യാമ്പസിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കണക്കാക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. പ്രീ പ്രൈമറി സ്കൂളിന്റെ പോലും ഫെസിലിറ്റീസ് ഇല്ല. ആദ്യം 30,000 രൂപയാണ് ഓരോ സെമസ്റ്ററിനും ഫീസ് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ ഈ സെമസ്റ്ററിൽ വിദ്യാർത്ഥികളെ അറിയിക്കാതെ തന്നെ അത് 31,000 രൂപയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. MCAക്ക് ലാബില്ല, ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. അത്ര ദയനീയമായ അവസ്ഥയാണ്. കോളേജിനകത്ത് ഒരു ക്യാന്റീനോ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി കോളേജ് ഹോസ്റ്റൽ സൗകര്യം പോലുമില്ല. VCയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടെ സെന്റർ വന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ VC കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തേത്. ബിഎഡിന് 100ഉം MBAക്ക് 27ഉം MCAക്ക് 100ഉം വിദ്യാർത്ഥികൾക്ക് വീതമാണ് പ്രവേശനം. MBAക്ക് 1,15 ലക്ഷം രൂപയും MCAക്ക് 1.5 ലക്ഷം രൂപയും ബിഎഡിന് 20,000 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ഇത്രയും ഫീസ് ഈടാക്കുമ്പോഴും തികഞ്ഞ അവഗണനയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ കാസർഗോഡ് ക്യാമ്പസിനോട് കാണിക്കുന്നത്. ഹോസ്റ്റൽ കെട്ടിടം നിർമ്മാണം നിർത്തിവെച്ചു. പ്രൊജക്ടർ ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യങ്ങളൊന്നും ക്യാമ്പസിൽ ഏർപ്പെടുത്തിയിട്ടില്ല. സ്ഥിരം അധ്യാപകരോ ജീവനക്കാരോ പോലുമില്ല. ബിഎഡ് 2 വർഷമാകുന്നതോടെ കെട്ടിട സൌകര്യവും പരിമിതമാകും. തങ്ങളുടെ പ്രയാസങ്ങൾ കാണാനും കേൾക്കാനും ആരും തയ്യാറാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.